ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ദുബായിൽ കപ്പിൾസ് ആയിട്ട് നിൽക്കണമെങ്കിൽ എത്ര എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ എക്സ്പെൻസാണ് ഉണ്ടാകുക. അത് നമ്മളെ ലൈഫ് സ്റ്റൈലും പിന്നെ നമുക്ക് വരുന്ന ഇൻകം ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ആദ്യം ഞാൻ വന്ന ടൈമിൽ ഞങ്ങൾക്കുണ്ടായ എക്സ്പെൻസസ് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് റൂമിനാണ്. ഞങ്ങൾ റൂം എടുത്തത് ഇന്റർനാഷണൽ സിറ്റിയിലുള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിന്റെ ഒരു മാസത്തെ റെന്റ് എന്ന് പറയുന്നത് 2500 ആയിരുന്നു വന്നത്. ഓഫീസിലുള്ള ട്രാവൽ കമ്പനി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ അതിന് എക്സ്പെൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പുറത്തു പോകുമ്പോഴുള്ള ട്രാവൽ എക്സ്പെൻസും അവൾക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ട് മന്ത്ലി ആവറേജ് 300 ദിർഹംസ് ആയിരുന്നു വന്നിരുന്നത്. അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡാണ്. അതാണെങ്കിൽ ഞങ്ങൾ കൂടുതലും വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസറി മന്ത്ലി ഒരു 350 to 400 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ഫുഡിന് 600 ദിർഹംസ് ഒക്കെ ആയിരുന്നു. ഇതൊന്നും എക്സാക്ട് എമൗണ്ട് അല്ല, ഒരു ആവറേജ് ആണ്. ഇതോള് വന്ന ടൈമിന് ഉണ്ടായിരുന്ന എക്സ്പെൻസ് ആണ്. ബട്ട് ഇപ്പൊ നോക്കാനാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴത്തെ എക്സ്പെൻസ് ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.